RMP നേതാവ് KS ഹരിഹരൻ വടകര സ്റ്റേഷനിലെത്തി. PV ജോഷ്ല ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ജോഷ്ല, വിവരങ്ങൾ. വിനിഷ, RMP നേതാവ് KS ഹരിഹരൻ അല്പസമയം മുമ്പാണ് വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. വടകര പോലീസ് CI സുമേഷിന് മുൻപാകെയാണ് ഹാജരായത്. നേരത്തെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുൻപെയാണ് RMP നേതാവ് ഹരിഹരനെ മഞ്ജു വാര്യരെയും അതുപോലെ തന്നെ ശൈലജ ടീച്ചറെയും ലൈംഗിക അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വടകര പോലീസ് നോട്ടീസ് അയച്ചത്. ഈ സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളതായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹരിഹരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനെ ഇതുവരെ എതിർത്തത്, എന്നാൽ ഹരിഹരൻ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞ RMP എന്ന പാർട്ടി, RMPയുടെ ഏരിയ സെക്രട്ടറി കുളങ്ങരത്ത് ചന്ദ്രൻ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഹരിഹരനോടൊപ്പം ഈ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതായത് ഹരിഹരനെ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് RMPയുടെ മുന്നോട്ടുള്ള നീക്കം എന്ന് വേണം വ്യക്തമാക്കാൻ. അതുവരെ ഹരിഹരൻ പറഞ്ഞ വാക്കുകളെ തള്ളിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഹരിഹരനെതിരെ നടപടി സ്വീകരിക്കാൻ പോലും RMP നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ RMP നേതൃത്വം ഹരിഹരനെ സഹായിക്കുന്നു എന്നുള്ളതിന്റെ കൂടി വ്യക്തമായ തെളിവാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. കാരണം ഹരിഹരനെ സഹായിക്കാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് RMPയുടെ ഏരിയ സെക്രട്ടറിയായ കുളങ്ങരത്ത് ചന്ദ്രനാണ് എന്നുള്ളതിലൂടെ. വിനിഷ, ജോഷ്ല, ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും KS ഹരിഹരനെ തള്ളി പറയുന്ന ഒരു നിലപാട് RMP നേരത്തെയും സ്വീകരിച്ചിരുന്നില്ല. വേണു പത്രസമ്മേളനം നടത്തിയപ്പോഴാണെങ്കിലും KK രമ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണെങ്കിലും അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ, അതിൽ തീർന്നല്ലോ, പിന്നെ എന്തിനാ ഇത്തരത്തിലൊരു വിഷയമാക്കുന്നത് എന്ന തരത്തിലുള്ള നിലപാടാണ് RMP സ്വീകരിച്ചത്. തീർച്ചയായും വിനിഷ, RMPയുടെ ഒരു തത്വം എന്താണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം ഏത് രീതിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് RMPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന, അല്ലെങ്കിൽ RMP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ഹരിഹരനെ തള്ളിപ്പറയുന്നു, ഹരിഹരന്റെ വാക്കുകളെ തള്ളിപ്പറയുന്നു, എന്നാൽ ഹരിഹരനെ ഉൾക്കൊള്ളുന്നു എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ ഗാന്ധിജിയെ അടക്കം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് ഹരിഹരനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ ഇത്തരത്തിൽ ഒരു അവഹേളനമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാക്കുകളോ അസഭ്യ വാക്കുകൾ പോലും പ്രയോഗിച്ചാൽ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് പറയുന്ന RMPക്ക് ഹരിഹരന്റെ കാര്യത്തിൽ മാത്രം ഒരു തരത്തിലും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. മാത്രമല്ല, ആ വാക്കുകൾ ആ സമയത്ത് ഉണ്ടായത് മാത്രമാണ് എന്നുള്ള രീതിയിലാണ്, വളരെ നിസ്സാരമായാണ്, ചെറിയ ലൈംഗിക അധിക്ഷേപം ഒന്നുമല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വാക്കുകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് സ്ത്രീകളുള്ള പുച്ഛവും അതുപോലെ തന്നെ ലൈംഗിക അധിക്ഷേപം നിറഞ്ഞ ഏറ്റവും മോശമായ വാക്കുകളുമാണ് അദ്ദേഹം അന്ന് ആ പ്രസംഗത്തിൽ ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഒരു തരത്തിലും ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള വാക്കുകളായിരുന്നു അന്ന് KS ഹരിഹരൻ പ്രയോഗിച്ചത്. എന്നാൽ KS ഹരിഹരനെ എന്റെ വാക്കുകളെ തള്ളി എന്ന് പറഞ്ഞ KK രമ പോലും പിന്നീട് MLA ആണ്, ഒരു സ്ത്രീയാണ്, എന്നിട്ട് പോലും ഒരു സ്ത്രീ ശരീരത്തെ വെച്ചുകൊണ്ട്, 2 സ്ത്രീ ശരീരങ്ങളെ വെച്ചുകൊണ്ട് ലൈംഗിക അധിക്ഷേപം നടത്തിയ ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവരുടെ പുരോഗമന ചിന്താഗതി അടക്കം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു സ്ത്രീ സമൂഹത്തിൽ എങ്ങനെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഒരാളോട് എങ്ങനെ നടപടി സ്വീകരിക്കണം, ഏത് രീതിയിൽ പെരുമാറണം എന്ന് പോലും ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ നിലപാടെടുക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയായി അത് മാറുന്നു എന്നുള്ളത് കേരളം കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിനിഷ. ശരി ജോഷില, PV ജോഷിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലൈംഗിക അധിക്ഷേപത്തിൽ ചെറുതും വലുതും എന്നൊന്നുമില്ല. ലൈംഗികാധിക്ഷേപം തന്നെയാണ്. അതിലൊരു ഖേദപ്രകടനം നടത്തിയെന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാവുമെന്നില്ല എന്നുകൂടെ പറഞ്ഞു വെക്കട്ടെ. KK ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ RMP നേതാവ് ഇപ്പോൾ KS ഹരിഹരൻ വടകര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ RMP നേതാവിനൊപ്പം KS ഹരിഹരൻ വടകര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്.